മനുഷ്യൻ പൊതുവെ മറ്റ് ജീവിവർഗങ്ങളെ അപേക്ഷിച്ച് തിങ്കിങ് ആനിമൽ അഥവാ ചിന്തിക്കുന്ന ജന്തു എന്ന വിശേഷത്തിന് അർഹനായവനാണ്. അവന് ചിന്താശേഷിയുണ്ട് എന്നുള്ളതാണ് മറ്റ് ജീവിവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ പ്രധാനമായും വ്യത്യാസപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മലക്കുകളുമായി വന്ന അള്ളാഹുവിന്റെ സംഭാഷണത്തിൽ മനുഷ്യന്റെ സവിശേഷത പ്രത്യേകം പരാമർശിച്ചത് നമ്മളിവിടെ പലപ്പോഴും സൂചിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലത്ത് നമുക്ക് കാണാവുന്നതാണ് അഫലാ തഅഖിലൂൻ, അഫലാ യതദബ്ബറൂൻ, അഫലാ യഅഖിലൂൻ. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ ചിന്താശേഷിയെ, ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അഫലാ യൻദുറൂൻ, നിങ്ങൾ എന്താ കാണാത്തത്? നിങ്ങൾ കാണുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടെന്ന് മനസ്സിലാക്കുന്നില്ലേ? അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെ കുറെ വചനങ്ങൾ നമ്മുടെ ആലോചനയെ, നമ്മുടെ കേൾവിയെ, നമ്മുടെ കാഴ്ചയെ, നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് പഠന വിധേയമാക്കണമെന്ന് പഠിപ്പിക്കുന്ന അനവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പ്രകൃതി പ്രതിഭാസങ്ങൾ ഓരോന്നും വൃഥാ സൃഷ്ടിച്ചതല്ല. ഈ ഭൂമിയും ഈ പ്രപഞ്ചവും മനുഷ്യജീവിതവും ഒന്നും വെറുതെ കളിതമാശയായി സൃഷ്ടിച്ചതല്ല എന്ന് അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഉദ്ദേശം അതിനുണ്ട് എന്ന വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവണം. ആ ഉദ്ദേശത്തെക്കുറിച്ച് തിരിച്ചറിവ് നേടിയവരാണ് നാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സൃഷ്ടിച്ച ഓരോ വസ്തുവിനെ കുറിച്ചുമുള്ള ഗഹനമായ പഠനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അത് അല്ലാഹുവിനെ കൂടുതലായി അറിയാനും അതുവഴി നമുക്ക് നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കാനും നിമിത്തമാവുകയും ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങൾ, ആയിരക്കണക്കിന് ഗാലക്സികൾ, നക്ഷത്ര സമൂഹങ്ങൾ. അതൊന്നും തന്നെ ഒരു വിധത്തിലുള്ള തകരാറും സംഭവിക്കാത്ത വിധത്തിൽ അന്യൂനമായി അതിനെ നിശ്ചയിച്ച രീതിയിൽ സഞ്ചരിച്ചുകൊണ്ട് ചലിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഒരുക്കിയ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ കാലങ്ങളായി അത് ലോകം അവസാനിക്കുമ്പോഴും നിലനിൽക്കുകയും ചെയ്യും. അതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു ശക്തി ഇല്ല എന്ന് വിശ്വസിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ചിന്തയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാശിയയിൽ പറയുകയാണ്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. വഇലസ്സമാഇ കൈഫ റുഫിഅത്, ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ലേ, നോക്കുന്നില്ലേ, അവ എങ്ങനെയാണ് നാട്ടപ്പെട്ടിരിക്കുന്നത് എന്ന്. വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെയാണ് വിശാലമാക്കപ്പെട്ടിരിക്കുന്നത്, വിസ്തൃതമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ പല ഭാഗങ്ങളിലുമായിട്ട് കാണാം. ഇവിടെ ഈ 4 ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു അറിവ് നമ്മൾ പങ്കുവെക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത, മരുപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒട്ടകം അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, ഒട്ടകത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർ എന്താ മനസ്സിലാക്കാത്തത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സാഹസികമാണ്. പൊടിക്കാറ്റും കഠിനമായ ചൂടും കഠിനമായ തണുപ്പുമൊക്കെയുള്ള ഒരു വൃക്ഷലതാദികളില്ലാത്ത, ജലം കിട്ടാക്കൈയായ ഒരു ഭാഗമാണ്, ഒരു പ്രദേശമാണ് മരുഭൂമി. അവിടെയാണ് സുഖകരമായ രീതിയിൽ ഒട്ടകം ജീവിച്ചു വരുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ വാഹനങ്ങൾ, റോഡിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ വളരെ ആസൂത്രിതമായി സംവിധാനിച്ചതാണ്. വെറുതെ 4 ചക്രങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട്, ഒരു സ്റ്റിയറിംഗ് വെച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഓടിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ നടക്കൂല.
അതിൽ വലിയ ആസൂത്രണമുണ്ട്. റോഡിൽ കൂടെ പോകുന്നത്, കടലിൽ കൂടെ പോകുന്നത്, ആകാശത്തുകൂടെ പോകുന്നത്, അതിനൊക്കെ പ്രത്യേക രീതിയിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ, ജീവിവർഗങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റിവെച്ചാൽ, തിരിച്ചുവിട്ടാൽ നമുക്ക് മനസ്സിലാകും ഓരോ ജീവിയുടെ പിന്നിലും അതിനെ സംവിധാനിച്ച ഒരു വലിയ ശക്തിയെ ഉണ്ട് എന്ന ബോധ്യം. ഒട്ടകത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നത് മരുഭൂമിയിൽ എന്ന് പറയുമ്പോൾ പൊടിക്കാറ്റ് ആഞ്ഞു വീശുന്ന, ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ മരുഭൂമിയിൽ ഒട്ടകം പ്രയാസലേശമന്യേ ജീവിച്ചു പോകുന്നു. നമുക്കൊക്കെ കൺപോളകൾ നൽകിയിട്ടുണ്ട് അള്ളാഹു നൽകിയതാണ്. നമുക്ക് വേറെ ആരും വാങ്ങിത്തന്നതല്ല, അല്ല. പടച്ചവൻ ജന്മന നമുക്ക് നൽകിയതാണ് കൺപോള. കണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണത്. കൺപീലികളുമുണ്ട്, അതും കണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെയാണ്. ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 കൺപോളകൾക്ക് പുറമെ കണ്ണാടി പോലുള്ള മറ്റൊരു കൺപോള കൂടിയുണ്ട്. ആ കൺപോള കൊണ്ട് കണ്ണിനെ അടച്ചു വെക്കും ഒട്ടകം. എന്നാലോ കാണാൻ കഴിയും. നമ്മൾ ഗ്ലാസിന്റെ ഉള്ളിലിരുന്ന് വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പോലെ, കണ്ണട വെച്ച് കാണുന്നത് പോലെ, ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ കൺപോള അടച്ചു വെച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ യഥേഷ്ടം അതിന് സഞ്ചരിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ആ പാഠവും അറിവും ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം അതിന് 3ാമത് അല്ലെങ്കിൽ 2 കൺപോളകൾക്ക് പുറമെ മറ്റൊരു കൺപോള കൂടിയുണ്ട്, കണ്ണാടി പോലുള്ളത് എന്ന അറിവുമൊക്കെ ലഭിച്ചിരിക്കുന്നത് പിൽക്കാലത്താണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതേക്കുറിച്ചുള്ള ഗവേഷണങ്ങളൊന്നും നടന്നിട്ടില്ല, അവർക്കൊന്നും അറിയാമായിരുന്നില്ല. സഫീനത്തു സഹറാ, മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകത്തെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂക്ക് മാത്രമായി അടച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. കൈകൊണ്ട്, കൈവിരൽ കൊണ്ടോ ടവൽ കൊണ്ടോ പൊത്തിപ്പിടിക്കണം ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ. എന്നാൽ ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം മൂക്കിന് അടപ്പ് പോലുമുണ്ട്. അതിന് മൂക്കിന് സ്വയമേവ മൂക്ക് അടക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്വന്തമായി ഓരോ ഭാഗവും നിയന്ത്രിക്കാൻ, അടക്കാനും തുറക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലാണ് അതിന്റെ ചുണ്ടുകളുള്ളത്. 4ഉം ഓരോ സമയത്ത് ഏത് തുറക്കണം ഏത് അടക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അതനുസരിച്ച് നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിന്റെ വായ സംവിധാനിച്ചിരിക്കുന്നത്. അതിന്റെ വായക്കുള്ളിലുള്ള സംവിധാനങ്ങൾ നാവൊക്കെ തന്നെയും പരുപരുത്ത രീതിയിലാണ്. കാരണം മരുഭൂമിയിൽ ലഭിക്കുന്ന ചെടികൾ മുൾച്ചെടികളാണ്, മുള്ളുനിറഞ്ഞ ചെടികളാണ്. ആ ചെടികൾ മറ്റു ജീവികൾക്കൊന്നും തിന്നാൻ കഴിയില്ല. മറ്റാർക്കും, ഒരു മനുഷ്യന് പോലും അത് പറിച്ചെടുക്കണമെങ്കിൽ ഇത്തിരി സാഹസമുണ്ട്. അത് വളരെ ലാഘവത്തോടെ ആസ്വദിച്ചുകൊണ്ട് ഈ ഒട്ടകങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നത് ഈ ഒരു വായ ഒരുക്കി വെച്ചത് കൊണ്ടാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതിനെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത്. നീളമുള്ള കാലുകൊണ്ട് ചൂട് സമയത്ത്, മരുഭൂമിയിലെ ചൂട് ശരീരത്തിൽ വന്ന് പതിക്കാതിരിക്കാൻ വേണ്ടി കാലിന് ഇപ്പം നീളം കൂടുതലാണ്. മാത്രമല്ല അതിന്റെ വിരലുകൾ, കാലിന്റെ പാദം അത് മണൽത്തരിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ അത് ഇറക്കി വെക്കുമ്പോൾ ഇങ്ങനെ വികസിപ്പിക്കും. കാല് പൊന്തുമ്പോ കുറുക്കുകയും കാല് വെക്കുമ്പോ വികസിപ്പിക്കുകയും ചെയ്യും. അപ്പൊ മരുഭൂമിയിലെ പൂഴിയിൽ അത് താഴ്ന്നു പോകുന്നില്ല. നടക്കാൻ മാത്രമല്ല ഓടാനും കഴിയുന്ന രീതിയിലാണ് അതിന്റെ കാലും സംവിധാനിച്ചിരിക്കുന്നത്. ഇതേ രീതിയിൽ ഓരോ ജീവികളെ കുറിച്ചും പഠന വിധേയമാക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ സാധാരണ നിലയിൽ മരുഭൂമിയിൽ ജീവിക്കുന്ന മറ്റേത് ജീവികൾക്കും 20 മുതൽ 40 വരെ ലിറ്റർ ജലം നഷ്ടമുണ്ടാവും ചൂടുകൊണ്ട്. എന്നാൽ ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം 1 ലിറ്റർ 1.25 ലിറ്റർ ജലം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു വരുന്നത്, മഴ ലഭിക്കാത്ത ചൂടുള്ള മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകത്തിന് അതിന്റെ ജലം നഷ്ടപ്പെടാത്ത രീതിയിൽ, അതിനാ മരുഭൂമിയിൽ പൂഴിയിൽ കാല് വളരെ ഭംഗിയായി വെച്ചുകൊണ്ട് നടക്കാനും ഓടാനും കഴിയുന്ന രീതിയിൽ, മരുഭൂമിയിൽ ലഭിക്കുന്ന മുൾച്ചെടികളൊക്കെ തന്നെയും യഥേഷ്ടം ആസ്വദിച്ച് ഭക്ഷിക്കാവുന്ന രീതിയിൽ, കാറ്റെങ്ങാനും ആഞ്ഞടിച്ചാൽ പോലും കണ്ണിനോ കാതിനോ മൂക്കിനോ തകരാറില്ലാത്ത രീതിയിൽ ഒക്കെ തന്നെ അതിനെ സംവിധാനിച്ചിരിക്കുന്നു.
അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, നമ്മോട് ചോദിക്കുകയാണ്, ഖുർആൻ പഠിച്ച ആളുകളോട് ചോദിക്കുകയാണ്. ഖുർആൻ അല്ലാഹുവിൽ നിന്നാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട ആളുകളാണ് നമ്മൾ. നമ്മളോടാണ് ഈ ചോദ്യം. നമ്മുടെ ഈ ചോദ്യം അള്ളാഹുവിന്റെ ചോദ്യമാണെന്ന കാര്യത്തിൽ വിശ്വാസമുള്ളവരായിട്ടുള്ളൂ. ഖുർആൻ നിഷേധികൾ ഇത് പടച്ചവന്റെ ചോദ്യമാണെന്ന് വിശ്വസിക്കില്ല. നമ്മളോടുള്ള ഈ ചോദ്യത്തെ നമ്മൾ ഗൗരവമായി എടുത്തില്ലെങ്കിൽ നമുക്ക് ഇതേക്കുറിച്ചുള്ള അറിവ് ലഭിക്കാതെ പോവുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിലുള്ള അപാരമായ വിസ്മയകരമായ സൃഷ്ടി വൈഭവം അതേക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ചവനിൽ ഉണ്ടാകേണ്ടുന്ന തഖ്വകൾ നമ്മിൽ ഇല്ലാതെ വരികയും ചെയ്യും. താന്തോന്നിയായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലുള്ള ചിന്ത യഥാവിധി അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് ആകാശം. ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്? സമാ എന്ന് വാക്കാണ് ആകാശം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമാ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. അറബിയിൽ ഉയർന്നു നിൽക്കുന്നത് എന്നാണ് സമാ എന്ന് പറഞ്ഞാൽ. മേഘത്തെക്കുറിച്ച് സമാ എന്ന് പറയും, മേൽക്കൂരയെ കുറിച്ച് സമാ എന്ന് പറയും. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കാർമേഘം മുതൽ അങ്ങങ്ങനെ നക്ഷത്ര സമൂഹങ്ങളെ വരെ സമാ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഉപരിലോകം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി വ്യക്തമായ അർത്ഥം എന്ന് കൂടി നാം മനസ്സിലാക്കും. ഉപരിലോകം, മേൽലോകം അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു? അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു? പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ അറിവുകൾ വാനലോകത്തെക്കുറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 7 ആകാശത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. 7 ആകാശങ്ങൾ. അത് പറഞ്ഞിരിക്കുന്നത് 7 പ്രാവശ്യമാണ് ഖുർആനിൽ. ഖുർആനിൽ 310 സ്ഥലങ്ങളിലാണ് ആകാശം എന്ന പദം, ഉപരിലോകം എന്ന പദം വന്നിരിക്കുന്നത്. അതിൽ 7 പ്രാവശ്യമാണ് 7 ആകാശങ്ങളെ കുറിച്ച് വന്നിരിക്കുന്നത്. 7 ആകാശത്തെക്കുറിച്ച് ശാസ്ത്രബുദ്ധികൾക്ക് ഒരറിവുമില്ല. വാനലോകത്തിനെ കുറിച്ചുള്ള അറിവ് വളരെ തുച്ഛമായ രീതിയിൽ മാത്രമേ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. വിശാല പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ കണ്ടെത്താൻ ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കണ്ടെത്തിയ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നക്ഷത്ര സമൂഹങ്ങൾ, ഗാലക്സികൾ തമ്മിൽ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അത് പരസ്പരം അകലുക മാത്രമല്ല, നമ്മുടെ ഭൂമിയിൽ നിന്ന് പോലും അത് പിന്നെയും അകന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശാലമായ രീതിയിൽ അതിങ്ങനെ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ യാത്ര ചെയ്ത് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് പ്രപഞ്ചം? മനുഷ്യന്റെ ചിന്തയിൽ ഒതുങ്ങാൻ കഴിയാത്ത വിധത്തിലാണ് പ്രപഞ്ചം സംവിധാനിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ നേർത്ത അറിവ് മാത്രമേ ഇന്നത്തെ ഇതുവരെയുള്ള കണ്ടുപിടുത്തത്തിലൂടെ ലഭ്യമായിട്ടുള്ളൂ. 7 ആകാശങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടി അറിവ് വ്യാപിപ്പിച്ചാൽ, ശാസ്ത്രലോകം വന്നെത്തിയാൽ അത്ഭുതകരമായ വിസ്മയകരമായ കാര്യങ്ങളായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആകാശത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, لخلق السماوات والأرض أكبر من خلق الناس ولكن أكثر الناس لا يعلمون. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് മനുഷ്യ സൃഷ്ടിപ്പിനേക്കാളും വലിയതാണ്, പക്ഷേ അധിക ജനങ്ങളും മനസ്സിലാക്കുന്നില്ല. വമാ ഖലഖന السماوات والأرض وما بينهما لاعبين. ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും നാം വെറുതെ സൃഷ്ടിച്ചതല്ല കേട്ടോ, കളിയായി സൃഷ്ടിച്ചതല്ല കേട്ടോ. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ. അവ രണ്ടിനെയും സത്യമായിട്ട് തന്നെയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്, പക്ഷേ അധിക ജനങ്ങളും അറിയുന്നില്ല, അധിക ജനങ്ങളും മനസ്സിലാക്കുന്നില്ല. അതേക്കുറിച്ച് അതിന്റെ പിന്നിലൊരു മഹശക്തി ഉണ്ടെന്നതിനെ കുറിച്ച് അധിക ജനങ്ങളും ആലോചിക്കുന്നില്ല. വസ്സമായി ബിനാഹ. ആകാശത്തെ നാം ഒരു മേൽക്കൂരയാക്കിയിരിക്കുന്നു. വസ്സമായി വമാ ബനാഹ. ആകാശത്തെയും അതിനെ സ്ഥാപിച്ച രീതിയെയും തന്നെയാണ് സത്യം. വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദാ. നിങ്ങൾക്ക് മേൽ ബലിഷ്ഠമായ 7 ആകാശങ്ങൾ നാം നിർമ്മിച്ചിരിക്കുന്നു. ഒരുപാട് 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 അറിവുകൾ നേടാനുള്ള വിജ്ഞാനശാഖ വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ, ആകാശത്തെക്കുറിച്ച് മാത്രം പഠിക്കാൻ, ഉപരിലോകത്തെക്കുറിച്ച് മാത്രം പഠിക്കാൻ.
ശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് വഇദൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് പർവ്വതം നാട്ടപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, അവർ ആലോചിക്കുന്നില്ലേ? പർവ്വതം നമ്മൾ കണ്ടുവരുന്ന മലകൾ, വലിയ വലിയ പർവ്വതങ്ങളൊക്കെ തന്നെയും നാട്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാ, എന്താ പർവ്വതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളാക്കിയിരിക്കുന്നു. ആണികൾ, ഭൂമിയെയും കൊണ്ട് ഓടിപ്പോകാതിരിക്കാൻ, ഇളകിപ്പോകാതിരിക്കാൻ പർവ്വതങ്ങളെ നാം ആണിയാക്കിയിരിക്കുന്നു. ഒരു ആണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിന്റെ ഉപരിതലം പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതിനേക്കാൾ ഉള്ളിലായിരിക്കും അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഉണ്ടാവുക. ഒരു ആണി അടിച്ചു വെക്കുക അങ്ങനെയാണ്. പുറത്തെ കുറച്ചും വളരെ കുറച്ചും നേരിയൊരു ഭാഗവും അതിനേക്കാളേറെ ഉള്ളിലുമായിരിക്കും ഒരാണി ഉണ്ടായിരിക്കുക. പർവ്വതങ്ങളെ കുറിച്ച് മുന്നിൽ കാണുന്ന നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന രൂപവും അതിന് അടിയിലേക്കുള്ള ഭാഗത്തിന്റെ ചെറിയൊരു കാര്യം കൂടി മാത്രമേ അന്നത്തെ ജനങ്ങൾക്കും പിൽക്കാല ജനങ്ങൾക്കും ഒക്കെ അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1956 മാത്രമാണ് 1956 മാത്രമാണ് പർവ്വതങ്ങൾ മുകളിലോട്ട് ഉയർന്നതിനേക്കാൾ, മുകളിലോട്ട് നമ്മൾ കാണുന്ന പർവ്വതത്തെക്കാൾ വലിയ വലിയ തോതിൽ അത് താഴേക്ക് ഭൂമിക്കടിയിലേക്ക് നിറങ്ങിയിട്ടുണ്ട് എന്ന സത്യം ശാസ്ത്രലോകം പ്രഖ്യാപിക്കുന്നത്. ഇത്രയെന്നറിയോ? അതായത് ഉയരത്തിന്റെ, നമ്മൾ കാണുന്ന പർവ്വതത്തിന്റെ ഉയരത്തിന്റെ 4 മുതൽ 15 ഇരട്ടിയോളം താഴോട്ടുണ്ട് എന്നാണ് ഹിമാലയ പർവ്വതത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അതിന് മുകളിൽ ഉയരത്തെക്കാൾ എത്രയോ അടിയിലാണ് അതിന്റെ വേര് അഥവാ താഴ്ഭാഗമുള്ളത് എന്നാണ്. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ആണികളാക്കിയില്ലേ, പർവ്വതങ്ങളെ നാം ആണികളാക്കിയില്ലേ. വൽ ജിബാല അർസാഹ, പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. ഉറച്ച രീതിയിൽ അത് നിന്നു പോകുന്നു. അൽഖാഫിൽ അർളി റവാസി അൻ തമീദ ബിക്കും, വിശുദ്ധ ഖുർആൻ പറയാണ്, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ അവൻ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. പർവ്വതത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ വിശുദ്ധ ഖുർആന്റെ ഈ പാഠത്തെ അംഗീകരിച്ചു കൊണ്ടുള്ളതാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് വിശാലമാക്കപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് വിസ്തൃതമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സൂറത്ത് നബയിൽ പറയുന്നു. അലം നജ്അൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ. അല്ലദീ ജഅലകുമുൽ അർള ഫിറാശ, സൂറത്തുൽ ബഖറയിൽ പറയുന്നു, നിങ്ങൾക്കായി ഭൂമിയെ നാം ഒരു മെത്തയാക്കിയില്ലേ. ഒരു മെത്തയിലെന്ന പോലെ, ഒരു വിരിപ്പിലെന്ന പോലെ നമുക്ക് സുഖനിദ്രയും സുഖകരമായ ജീവിതവും ഈ ഭൂമിയിൽ നിർവഹിക്കാൻ കഴിയുന്നു. ഈ ഭൂമിയിൽ നിർവഹിക്കാൻ കഴിയുന്നു. ഈ ഗോളാകൃതിയിലുള്ള ഈ ഭൂമി 14,94,00,000 കിലോമീറ്റർ അകലത്തിലാണ് സൂര്യനിൽ നിന്നും സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും 14 കോടി, ഏതാണ്ട് 15 കോടിയോളം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു അകലത്തെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ നിലനിൽക്കാൻ ആവശ്യമായ അകലമാണിത്. ഇതെങ്ങാനും സൂര്യനുമായി കുറച്ചുകൂടി അകലം കുറഞ്ഞിരുന്നുവെങ്കിൽ സൂര്യൻ അല്ലെങ്കിൽ ഭൂമി ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായേനെ. എങ്ങാനും അകന്നു പോയാൽ തണുത്തു മരവിച്ച ഒരു ഗോളമായി തീരും. ഇപ്പൊ രണ്ടായിരുന്നാലും ജീവിക്കാൻ സാധ്യമല്ല. ഇത്ര അകലം അത് നിലനിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യന്, ജീവിവർഗങ്ങൾക്ക് ഈ ഭൂമിയിൽ സുഖകരമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്നത്. അതുപോലെ ഒരു മണിക്കൂറിൽ നമുക്കറിയാം 1 വർഷമാണ് സൂര്യനെ ചുറ്റാൻ ഭൂമി എടുക്കുന്ന സമയം. ഒരു മണിക്കൂറിൽ 1,80,000 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ ഇങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ അതുപോലെ സ്വയം കറങ്ങുന്നു. ഒരു ദിവസമാണ് അതിനെടുക്കുന്ന സമയം. സ്വയം കറങ്ങിയും സൂര്യനെ കറങ്ങിയും കൊണ്ട് ഭൂമി നിലനിൽക്കുകയാണ്. ഈ ഭൂമിയിലാണ് നമ്മൾ ഒരു വിരിപ്പിലെന്ന പോലെ, ഒരു മെത്തയിലെന്ന പോലെ ജീവിക്കുന്നത്. ഈ ഭൂമി ഇതൊരുക്കിയ സംവിധാനത്തെക്കുറിച്ച്
ഈ ഭൂമിയിൽ മാത്രമേ ജീവന്റെ തുടിപ്പുകൾ ഉള്ളൂ എന്ന് അസംഖ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളതൊക്കെ സംശയങ്ങളാണ്, ഉറച്ച കാര്യങ്ങളല്ല, മറ്റെവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളത്. അപ്പോ ഇതിലൊക്കെ തന്നെയും ഇവിടെ ഭൂമിയിൽ രാവുണ്ടാകുന്നു, പകലുണ്ടാകുന്നു, സ്വയം ഭൂമി കറങ്ങുന്നതിലൂടെയാണ് രാവും പകലും ഉണ്ടാകുന്നത്. അതുപോലെ കാലാവസ്ഥാ മാറ്റങ്ങൾ, മഴ, വെയില്, ചൂട്, മഞ്ഞ്, അങ്ങനെ 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 കാലാവസ്ഥാ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെയും ഈ കറക്കം വഴിയാണ്. ഇതാരാണ് ഒരുക്കിയത്? ഏതെങ്കിലും കുറെ ശാസ്ത്രജ്ഞന്മാർ നാസയിൽ ഇരുന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ ഇരുന്ന് നിയന്ത്രിക്കുന്നതാണോ ഭൂമിയുടെ കറക്കം? അവർ കണ്ടെത്തി ഇനി ഇങ്ങനെ ഒന്ന് കറക്കിക്കളയാമെന്ന് വിചാരിച്ചതാണോ? അല്ല. അവർ ജനിക്കും മുമ്പേ, എല്ലാ കണ്ടുപിടുത്തങ്ങളും ജനിക്കും മുമ്പേ, മനുഷ്യരും ജീവവർഗങ്ങളും സൃഷ്ടിക്കപ്പെടും മുമ്പേ അള്ളാഹു ഒരുക്കിയ സംവിധാനമാണിത്. അള്ളാഹു ഒരുക്കിയ ഈ സംവിധാനത്തെ കുറിച്ചാണ് പഠിക്കാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഭൂമി വിസ്തൃതമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? അവർ നോക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്ത, നമ്മുടെ ആലോചന, നമ്മൾ ഗൗരവതരമായ പല ആലോചനകളും നടത്തുന്നവരാണ്. നമ്മുടെ ജീവിതായോധനത്തിന് വേണ്ടി ഓടിച്ചാടി തളർന്നു പോകുന്നവരാണ് നമ്മൾ. അതിനിടയിൽ നിർബന്ധമായും ഇതിലേക്ക് കൂടി നമ്മുടെ ചിന്തയെ പായിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് മെല്ലെ മെല്ലെ നമ്മിൽ നഷ്ടമായി പോയേക്കാം. പടച്ചവനെ കുറിച്ചുള്ള തിരിച്ചറിവിലൂടെ വേണം നമുക്ക് തഖ്വ കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന നമ്മൾ നടക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, നല്ല ചിന്തകൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ, നമ്മൾ ഇരിക്കുമ്പോ, നമ്മൾ ആഘോഷിക്കുമ്പോ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ, എല്ലാ സമയത്തും പടച്ചവനെ കുറിച്ചുള്ള നല്ല ചിന്ത. ഇങ്ങനെയൊക്കെ എനിക്കിവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് എന്ന ചിന്തയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോൾ സത്യസന്ധനായി തീരുകയും അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന ഒരാളെ അള്ളാഹു ഏറ്റവും നല്ല രീതിയിലാണ് സ്വീകരിക്കുക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പൂണ്ട ആത്മാവേ എന്നിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് വരൂവെന്ന് അള്ളാഹു നമ്മെ ക്ഷണിച്ച് നമ്മളെ വിരുന്നുകാരനായി കൊണ്ടുപോകുന്ന ആ സാഹചര്യത്തിലേക്ക് നമ്മളെത്തണമെങ്കിൽ പ്രകൃതിയെ കുറിച്ച്, പ്രപഞ്ചത്തെ കുറിച്ച്, നമ്മെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.